ഹലോ പ്രിയരെ, ഞാൻ സംസാരിക്കാൻ വരുന്നത് ഒരു അക്യുപഞ്ചറിനെ കുറിച്ചാണ്. ഞാൻ അക്യുപഞ്ചറിസ്റ്റ് ആണ്. എന്നാൽ പല വീഡിയോകളും ചെയ്യാറുണ്ട്, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും മറ്റുള്ള സാമൂഹികപരമായിട്ടൊക്കെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അക്യുപഞ്ചർ ചികിത്സയെ കുറിച്ചാണ്. അപ്പൊ അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഒരു മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. ഇത് നമ്മളുടെ രാജ്യത്ത് തന്നെ അഥവാ നാട്ടിൽ തന്നെ ഒരുപാട് ചികിത്സാ വിധികളുണ്ട്. അലോപ്പതി ഉണ്ട്, അത് കടന്നു വന്നതാണ് അലോപ്പതി. അതുപോലുള്ള ഇവിടുത്തെ പാരമ്പര്യ ചികിത്സ എന്ന് പറയുന്നത് പണ്ടത്തെ ആയുർവേദമായിരുന്നു, നാട്ട് ചികിത്സകളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പല ചികിത്സകളുണ്ട്. ഇപ്പൊ അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, യുനാനി ഉണ്ട്, അങ്ങനെ പല ചികിത്സകളുണ്ട്. അപ്പം ഒരു മനുഷ്യർക്ക് എന്താണോ സുഖം കിട്ടുന്നത്, ഏത് രീതിയിലാണോ സുഖം കിട്ടുന്നത്, അതാണ് മരുന്ന്. ഇപ്പൊ ഒരാൾക്ക് വയറുവേദന വന്ന് അയാൾ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പം ആ വേദന അയാൾക്ക് ശമനമായിട്ടുണ്ടെങ്കിൽ അത് തന്നെ മരുന്ന്. അപ്പം ഈ നിലയ്ക്കാണ് മനുഷ്യന്റെ ശരീരത്തിന് സുഖവും ആരോഗ്യവും മനസമാധാനവും കിട്ടുന്ന ഏതാണോ ചികിത്സ, അത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പൊ ഇന്നത് തന്നെ ചെയ്യണം, അതേ പാടുള്ളൂ എന്ന് പറയാനുള്ള ഒരു രീതിയിലും ഒരു അവകാശം ആർക്കുമില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കെ തന്നെ ഇവിടെ എന്താണ് വിഷയം? ഇന്ന് മീഡിയകളിലാകട്ടെ പല 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 തെറ്റിദ്ധാരണകളും കുഴപ്പങ്ങളും ഇങ്ങനെ സൃഷ്ടിച്ച് വിടുന്നുണ്ട്. ഇപ്പം അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അക്യുപഞ്ചർ അക്കാദമിയിൽ ഞാൻ 2 പഠിച്ച ആളാണ്. അപ്പൊ ഈ അക്യുപഞ്ചർ അക്കാദമിയിലൊന്നും ഒരിക്കലും ഒരിടത്തും നവജാത ശിശുക്കളെ ചികിത്സിക്കാൻ പറയുന്നില്ല. അതുപോലെ കുട്ടികളുടെ ഷുഗറിന്റെ അസുഖം ചികിത്സിക്കാൻ പറയുന്നില്ല. അതുപോലെ പ്രസവം എടുക്കാൻ പറയുന്നില്ല. ഇതൊന്നും ഞാൻ പഠിപ്പിക്കുന്നതല്ല. ഇതൊന്നും നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിക്കുകയില്ല. ഇതൊക്കെ ഒരാള് ഇപ്പം പ്രസവത്തോടുകൂടി ഭാര്യ മരിച്ചു, കുട്ടി മരിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഇതൊക്കെ ഒരേ വ്യക്തികളുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങളാണ്. അത് അക്യുപഞ്ചർ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊരു വ്യക്തിക്ക് തോന്നുകയാണ് എന്റെ ഭാര്യ വീട്ടിലങ്ങ് പ്രസവിക്കട്ടെന്ന് തോന്നി, അയാളുടെ മാത്രം വിഷയമാണ്, അത് അക്യുപഞ്ചറിന്റെ വിഷയമല്ല. അതുപോലെ ഒരു കുഞ്ഞിനെ കൊണ്ടുചെന്ന് അയാൾ കൊണ്ടുപോകുന്നില്ല, ഞാനങ്ങ് എന്തെങ്കിലും ചെയ്യാന്ന് ചോദിച്ചാൽ അയാളുടെ മാത്രം വിഷയമാണ്. ഇതൊന്നും അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അക്യുപഞ്ചർ പഠിപ്പിക്കുമ്പോൾ പഠനത്തിൽ തന്നെ അതിന് കൃത്യതയുണ്ട്, അതിന് ഒരു പ്രായപരിധിയുണ്ട്. ആ നിലയ്ക്കാണ് അതിന്റെ പഠനം. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാരണവശാലും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ ശരീരത്ത് തന്നെ ഒരുപാട് ഈ നീഡിലുകൾ, അതായത് മുടിനാര് പോലത്തുള്ള നീഡിലുകളാണ്. മർമ്മം നോക്കിയിട്ട് പൾസ് നോക്കും. പൾസ് നോക്കിയിട്ട് ഓർഗണുമായിട്ട് ബന്ധപ്പെട്ട കുഴപ്പങ്ങൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ ഓർഗനെ ബേസ് ചെയ്യുന്ന മർമ്മസ്ഥാനങ്ങളിൽ ഒരു 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ് അതിനെ ഒന്ന് തട്ടിച്ച് വെക്കുക, തറച്ചു വെക്കുക. അത് ഒരു പക്ഷെ അത് അറിയത്തുമില്ല. ഇത് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുക, ആ ഏത് ഓർഗണിന്റെ രീതിയിലാണോ അസുഖങ്ങൾ അല്ലെ വേദനകൾ ബുദ്ധിമുട്ടുകൾ ഉള്ളത് അതിന് മാറ്റം വരും. ആ ഓർഗണ് ഊർജം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ നീഡിൽ ചെയ്യുന്ന പണി. അപ്പൊ ഇനി ഒരു അസുഖം ഇല്ലാത്ത ഒരാളിന് അങ്ങനെ ചെയ്താൽ പോലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ഏത് ഓർഗൻ ബേസിലാണോ അത് പോകുന്നത് അതിന് കുറച്ച് എനർജി കിട്ടുമെന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ തന്നെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ശരീരത്തേക്ക് ഒരുപാട് മർമ്മങ്ങളൊക്കെ ഇങ്ങനെ ഇത് തറച്ച് വെക്കാറുണ്ട്. നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. ഒരു രോഗമില്ലാത്ത നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഇടാറുണ്ട്, മറ്റുള്ളവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു രോഗമില്ലാത്തവരാ, രോഗികളായിട്ടല്ല നമ്മൾ പഠിക്കാൻ നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മളെ ശരീരത്തിൽ ഇടുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ശരീരത്തിനൊക്കെ നമുക്ക് ഉന്മേഷം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഒരു കാരണവശാലും അക്യുപഞ്ചർ ചികിത്സ എന്ന് വെച്ചാൽ അതൊരു സൈഡ് എഫക്റ്റ് ഇല്ല, ദോഷകരമില്ല. പിന്നെ ഒരു വാ തുറന്ന് അല്പം പോലും മരുന്നുകളോ ഒന്നും നമ്മളെ വയറ്റിലോട്ടിറക്കുക. ഞാൻ പറയുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു വയറ്റുവേദന വന്ന് വയറിന് വേദനയായി ഒരു 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മാറിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മരുന്നാണ്, ആ വെള്ളത്തിനുള്ള മരുന്നാണ്. ആ വെള്ളം തന്നെ ഒരു മരുന്നായിട്ട് മാറി. അപ്പൊ ഇതാണ് ശരീരത്തിന് ദോഷമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, പ്രയാസമില്ലാത്ത, അധികം ചെലവില്ലാത്ത ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. അതിനെ ഒരുപാട് തെറ്റിദ്ധാരണകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ പിന്നിൽ പല പ്രശ്നങ്ങളുമുണ്ട്, അതിന്റെ പിന്നിൽ പല ഉദ്ദേശങ്ങളുണ്ട്, അജണ്ടകളുണ്ട്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നവർക്കും അത് ചെയ്യപ്പെടുന്നവർക്കും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. ഏറ്റവും സുഖകരമായിട്ട് നമ്മൾ പോകുന്ന ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ. എന്നാൽ ഇവിടെ പറയാൻ ഏതൊരു ചികിത്സയും പൂർണ്ണമല്ല. ഇപ്പൊ അലോപ്പതി ആയിട്ട് അത് പൂർണ്ണമല്ല. അതിനകത്തും തന്നെ ഇപ്പൊ ഷുഗർ രോഗികൾ മരുന്ന് കഴിച്ച് കൂടി വന്ന് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും, കിഡ്നി അങ്ങനെയുള്ള കാഴ്ചയൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വന്ന് അത് മാറിപ്പോകുന്ന പൂർണ്ണതയുള്ള ചികിത്സ അത് എനിക്ക് പറയാൻ കഴിയുന്ന പ്രപഞ്ച പടച്ചാമ്പരയിലാണ്. പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നു. ഒരാൾക്ക് ഇഷ്ടം ഇന്ന ചികിത്സയാണ്, അയാൾക്കത് ചെയ്യാം. മറ്റൊരാൾക്ക് ഇഷ്ടം ഇന്ന ചികിത്സയാണ്, അയാൾക്കത് ചെയ്യാം. ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്.
അല്ല ഒരു കുത്തകയായിട്ട് ഇന്നത് മാത്രമാണ് ഒരു ചികിത്സയുടെ ഭാഗം എന്ന് പറയാനൊന്നും പറ്റൂല. പണ്ടൊക്കെ നമ്മളെ മാതാവ് എങ്ങനെയായിരുന്നു ചെയ്യുന്ന പിതാക്കളൊക്കെ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ അവർ പോയി പച്ചിലകൾ പലതും കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവന്ന് ഇടിച്ചു പിഴിഞ്ഞ് ചാറ് തരികയും അത് പുരട്ടുകയൊക്കെ ചെയ്യും അല്ലെ. അതിന് മാറ്റം വരും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു ഇതുണ്ട്, ഇപ്പൊ അപൂർവമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഇതെടുത്ത് ചാറങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ഇത് ഉണങ്ങണം, മുറിവ് ഉണങ്ങാണ്. അപ്പൊ ഇത് പാടില്ല എന്നും പറഞ്ഞ് ആരും കൊടിയും പിടിച്ച് വന്നിട്ടുമില്ല. അങ്ങനെ അത് ചെയ്തവരാരും അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഈ അക്കിപ്പഞ്ചറിനെ കുറിച്ച് പരത്തിവിടുന്നുണ്ട്. ഇത് ആൾക്കാരുടെ മനസ്സിൽ ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം തെറ്റാണ്. ഒരു രോഗമില്ലാത്ത ആളിന് ഒരു അക്കിപ്പഞ്ചർ ചെയ്താലും അദ്ദേഹത്തിന്റെ ശരീരത്തിന് കുറച്ച് ഹീലിംഗ്, കുറച്ച് സുഖം കിട്ടുന്നതല്ലാതെ ഒരു ദോഷവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരേ ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത ഒരു ചികിത്സയാണ് അക്കിപ്പഞ്ചർ. അപ്പം തീർച്ചയായിട്ടും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ കരിക്കോട് ചപ്പേത്തളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അക്യുപഞ്ചർ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസുഖം ഉള്ളവർക്ക്, മനസ്സുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് അവിടേക്ക് ക്ഷണിക്കുക തന്നെയാണ്. അപ്പം ഇത് അവസാനിപ്പിക്കുക.